ജയരാജന്മാർ അടിച്ചുപിരിയുന്നു. CPM-ലെ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ മാത്രമല്ല ഇ.പി. ജയരാജൻ, എം.വി. ജയരാജൻ, പി. ജയരാജൻ എന്നിവർ. ഈ ജയരാജത്രയങ്ങൾ സംസ്ഥാനത്ത് വലിയ തോതിൽ സ്വാധീനമുള്ള 3 പേരാണ്. കണ്ണൂരിലെ അജയ്യരായ 3 പേർ. അതിലെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ് പി. ജയരാജൻ. അദ്ദേഹമാണ് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടതും പാർട്ടിക്ക് വേണ്ടി വെട്ടുകൊണ്ടതും പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി ആകാൻ വരെ തയ്യാറായിട്ടുള്ള നേതാവ്. അദ്ദേഹത്തിൻ്റെ മക്കളാരും തന്നെ വിദേശത്ത് പഠിക്കുന്നില്ല. മക്കളാരും തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വ രാജ്യത്തേക്ക് കുടിയേറിയിട്ടില്ല. അദ്ദേഹം ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്നയാളാണ് പി. ജയരാജൻ. അദ്ദേഹത്തിന് അനുകൂലമായി വലിയ തോതിലെ സഖാക്കളുടെ വികാരമുണ്ട്. സാധാരണ സഖാക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനകീയ നേതാവാണ്. പാർട്ടിയിലെ ഏറ്റവും ജനകീയ നേതാവാണ് പി. ജയരാജൻ. അദ്ദേഹത്തെ പിണറായി വിജയൻ ഒതുക്കിയത് എങ്ങനെയാണ്? വ്യക്തിപൂജയുടെ പേരിലാണ് പി. ജയരാജനെ ഒതുക്കിയത്. അദ്ദേഹത്തിൻ്റെ പേരിൽ PJ ആർമി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഫേസ്ബുക്കിൽ രൂപപ്പെട്ടപ്പോൾ അതിനെ വ്യക്തിപൂജ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഇല്ലാതാക്കി. പി. ജയരാജന് വേണ്ടി ഫ്ലെക്സ് ഉയർന്നപ്പോൾ അവിടെയും വ്യക്തിപൂജ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പി. ജയരാജനെ വെട്ടിയൊതുക്കി. പിന്നീട് നമ്മൾ കാണുന്നത് പാറശാല മുതൽ കാസർഗോഡ് വരെ പിണറായി വിജയന്റെ മാത്രമുള്ള ഫ്ലെക്സ് ബോർഡുകളാണ്. അങ്ങനെ പിണറായി വിജയൻ ഒരു നിയമം, പി. ജയരാജൻ ഒരു നിയമം, വെട്ടും കുത്തും കൊണ്ട പി. ജയരാജൻ ഒരു നിയമം, പ്ലെയിനിൽ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന പിണറായി വിജയന് മറ്റൊരു നിയമം എന്ന രീതിയിൽ പിണറായിസം പാർട്ടിയിൽ പിടിമുറുക്കിയതോടുകൂടി പി. ജയരാജൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വികാരമായിട്ടുള്ള ആ നേതാവിനെ വെട്ടിയൊതുക്കി. പിന്നീട് പി. ജയരാജനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ശോഭന ജോർജിന്റെ പിൻഗാമിയായി ഖാദി ബോർഡിലാണ് കാണുന്നത്. പി. ജയരാജന് ശോഭന ജോർജ് ഖാദി ബോർഡിന്റെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. അടുത്തതായിട്ട് ഖാദി ബോർഡിന്റെ ആ കസേരയിൽ, ശോഭന ജോർജിന്റെ കസേരയിലാണ് പി. ജയരാജനെ പിന്നീട് പിണറായി വിജയൻ കൊണ്ടിരുത്തിയത്. അങ്ങനെ അദ്ദേഹത്തെ പാർട്ടിയിൽ നാണം കെടുത്തിയയാളാണ് പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകും എന്ന് വലിയ തോതിൽ പ്രതീക്ഷ നൽകിയ ഒരു നേതാവായിരുന്നു പി. ജയരാജൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അണികളും അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ശരാശരിക്കാരനായ ഒരു പ്രവർത്തകൻ പോലും പി. ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവിടെയും പിണറായി വിജയൻ എതിര് നിന്നു. അദ്ദേഹത്തിൻ്റെ പെട്ടിയെടുപ്പുകാരനായ, അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ പോലുമല്ലാത്ത KK രാഗേഷിനെയാണ് പിണറായി വിജയൻ അവിടെ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി ആയത്. അപ്പോഴും പി. ജയരാജൻ മൗനം പാലിച്ചു. മാത്രമല്ല അദ്ദേഹം സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിക്കൊണ്ട് അപ്രത്യക്ഷപ്പെട്ടതൊഴികെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സജീവമായിട്ടുള്ള പഴയതുപോലുള്ള ഇടപെടൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ അടുത്തിടയ്ക്ക് CPM-ൽ ഉണ്ടായിട്ടുള്ള കടുത്ത വിഭാഗീയത നമുക്കറിയാമല്ലോ. പിണറായി വിജയനും ഗോവിന്ദനും അടങ്ങുന്ന ഒരു കോക്കസ്, അവരാണ് ഈ പാർട്ടിയെ ഇത്തരത്തിൽ ദയനീയ പരാജയത്തിലേക്ക് 2026-ലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ അതിന്റെ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത വിധത്തിലുള്ള പരാജയത്തിലേക്ക് തള്ളിവിട്ടത് പിണറായി വിജയനും MV ഗോവിന്ദനുമാണ്. ആ ഒരു കോക്കസിനെതിരായി വലിയൊരു നേതൃനിര തന്നെ പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മൗന സമ്മതത്തോടു കൂടിയാണെന്ന് വേണം കരുതാൻ. MV ജയരാജൻ പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചെടുക്കാം, പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവർ തിരികെ വരാം. ആരൊക്കെയാണ് MV ജയരാജൻ ഉദ്ദേശിച്ചത്? TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരെയാണ് MV ജയരാജൻ പാർട്ടിയിലേക്ക് തിരികെ ക്ഷണിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അല്ല, ഏത് ഘട്ടത്തിലാണ് തെറ്റുതിരുത്തിയാൽ പാർട്ടി അത്തരം ആളുകളോട് പൊറുക്കാത്തത്? യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു പ്രത്യേകത നമ്മൾ കാണണം. ഒരിക്കൽ നയപരമായി അവർക്ക് തെറ്റുപറ്റി, സംഘടനാപരമായി തെറ്റുപറ്റി എന്ന് കരുതി ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരായ പഴയ ആളുകളെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരല്ല. ആ രാഷ്ട്രീയത്തെ എതിർക്കും, അന്നത്തെ നിലപാടിനെ എതിർക്കും. അന്ന് ഞാനല്ലേ പറഞ്ഞത്, ഗോവിന്ദ മാഷ നിലപാടിനെ പറ്റി വർഗവഞ്ചനയാണെന്ന് പാർട്ടി ഭരണഘടനയിൽ പറയുന്ന കാര്യമാണത്. പാർട്ടിയെ വഞ്ചിക്കുന്നവനെ വർഗവഞ്ചകനായിട്ടാണ് കാണുക പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇനി നാളെ നിലപാടുകൾ തിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്ന പാർട്ടിയല്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എം വി ജയരാജന്റെ ഈ വാക്കുകൾ പോയി തറച്ചത് പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും നെഞ്ചിലേക്കാണ്. ഉടനതാ വരുന്നു പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദന്റെ തിരുത്ത്. അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും വർഗശത്രുവാണ്, വർഗശത്രു തന്നെയാണ്. അവർ വർഗശത്രുക്കളുടെ കൂടെയാണ്. ആരും അവരെ ക്ഷണിച്ചിട്ടില്ലല്ലോ, അവർ വരാൻ തയ്യാറായിട്ടുമില്ല, പിന്നെ എന്തിനാണ് ക്ഷണിച്ചത് എന്ന നിലയിലാണ് എം വി ഗോവിന്ദൻ എം വി ജയരാജന് എതിരായി പരസ്യമായി വന്ന് പറഞ്ഞത്. കാരണം ഒരു പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ്. ആ നിലയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് എം വി ഗോവിന്ദൻ പറയാത്ത ഒരു കാര്യം എം വി ജയരാജൻ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എം വി ജയരാജനെ പിന്നീട് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിരട്ടി. അതിന്റെ ഭാഗമായി എം വി ജയരാജൻ വായടങ്ങിപ്പോയി. തൊട്ടു പിന്നാലെ ഇതാ വരുന്നു അടുത്ത ജയരാജൻ, ഇ പി ജയരാജൻ വരുന്നു. ഇ പി ജയരാജൻ എന്താണ് പറഞ്ഞത്? ഇ പി ജയരാജൻ എം വി ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും നിലപാടുകൾ തള്ളിക്കൊണ്ട് വീണ്ടും ഇതാ പറഞ്ഞിരിക്കുന്നു, പാർട്ടിയിലേക്ക് മടങ്ങി വരാം. പാർട്ടി വിട്ടുപോയ എത്രയോ പേരെ, നക്സലൈറ്റുകാരടക്കമുള്ള പാർട്ടി വിട്ടുപോയവരെ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു. എം വി രാഘവനെ പാർട്ടി തിരിച്ചെടുത്തില്ലേ? ഗൗരിയമ്മയെ പാർട്ടി തിരിച്ചെടുത്തില്ലേ? പിന്നെന്താണ് പ്രശ്നം? ടി കെ ഗോവിന്ദനെയും വി കുഞ്ഞികൃഷ്ണനെയും എന്തുകൊണ്ട് എടുത്തുകൂടാ എന്ന നിലയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. തൊട്ടു പിന്നാലെ അദ്ദേഹം അദാനിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും എം വി ഗോവിന്ദനും പറഞ്ഞ നിലപാടിനെ തള്ളിക്കൊണ്ട് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തി. അതായത് അദാനിയുടെ ഓഹരി MSC എന്ന് പറയുന്ന ആ ഷിപ്പിംഗ് കമ്പനിക്ക് വിറ്റതിലൂടെ സംസ്ഥാനത്തിന് യാതൊരു തരത്തിലെ അഴിമതിയും ഉണ്ടായിട്ടില്ല, അവിടെ സംസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള നടപടിയാണ് എടുത്തിട്ടുള്ളത് എന്നായിരുന്നു പറഞ്ഞത്. അദാനിയുടെ ഓഹരി MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറിയതോടുകൂടി സംസ്ഥാനത്തിന് വലിയ നേട്ടമുണ്ടായെന്നാണ് എം വി ജയരാജൻ പറഞ്ഞത്. എം വി ജയരാജന് മുൻപ് പിണറായി വിജയനും എം വി ഗോവിന്ദനും പറഞ്ഞത് എന്താണ്? അദാനി ഈ ഓഹരി കൈമാറ്റം നടത്തിയതിൽ വലിയ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ടാണ് എം വി ജയരാജൻ പറഞ്ഞത് അങ്ങനെ അഴിമതിയൊന്നും നടന്നിട്ടില്ല, അദാനിയുടെ നിലപാട് സംസ്ഥാനത്തിന് ഗുണകരമാണ് എന്നാണ് എം വി ജയരാജൻ പറഞ്ഞത്. കരാർ വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കാതെയും നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയത്തക്ക നിലയിലും ഫലപ്രദമായ ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകേണ്ടത്. വിവാദത്തിലേക്ക് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. നമ്മുടെ കേരളത്തിന്റെ പൊതു താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അവിടം കൊണ്ടും തീർന്നില്ല എം വി ജയരാജന്റെ നിലപാട്. പിണറായി വിജയനും എം വി ഗോവിന്ദനും ദിവ്യ എസ് അയ്യരുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തത് എന്താണ്? അദാനിയുടെ കമ്പനിയിൽ നിന്നും ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ ദുരൂഹതയുണ്ട്, അദാനിയുടെ ഇടപെടലിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും തിരുത്തിക്കൊണ്ട് എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ യാതൊരു തരത്തിലെ അവിടെ ദുരൂഹതയുമില്ല, ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു സ്ഥാനമാറ്റം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എം വി ജയരാജൻ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും തിരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് നമ്മൾ കാണുന്നത് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുമ്പോൾ, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ, കേന്ദ്ര കമ്മിറ്റി യോഗം ബഹിഷ്കരിക്കുന്ന എം വി ജയരാജനെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ പാർട്ടിക്കെതിരെ പറഞ്ഞ ആദ്യത്തെ ജയരാജനായിട്ടുള്ള എം വി ജയരാജനെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ വെച്ച് ഒതുക്കി. പിന്നീട് ഇ പി ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതി. അങ്ങനെ ഇ പി ജയരാജന്റെ വായടച്ചു. പക്ഷേ ഇ പി ജയരാജൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം തന്റെ പ്രതിഷേധം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ പരസ്യമായി പ്രകടിപ്പിച്ചു. പിന്നീടാണ് പി ജയരാജന്റെ ഊഴം. അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വരാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു. സഖാക്കൾ അത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പിണറായി വിജയന്റെ ഇടപെടൽ മൂലം അത് നടന്നില്ല. പകരം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പോലുമല്ലാത്ത വി രാഗേഷിനെയാണ് പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചത്. പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം പിണറായിയാണ്. പിണറായി വിജയൻ തന്നെയാണ് കെ രാഗേഷിന്റെ ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് കെ രാഗേഷിനെ കൊണ്ടുവന്നത്. അപ്പോഴും പി ജയരാജന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയായിരുന്നു. കാരണം പി ജയരാജനേക്കാൾ എത്രയോ ജൂനിയറാണ് ഈ പറയുന്ന കെ രാഗേഷ്. അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പോലുമല്ല. പക്ഷേ അതിനെതിരായി MA ബേബിക്ക് പരാതി പോയി എന്നാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന വിവരം. എന്നാൽ MA ബേബി അത് നിഷേധിക്കുകയാണ് ചെയ്തത്. പി ജയരാജനെ തള്ളിക്കൊണ്ട് വളരെ ജൂനിയർ ആയിട്ടുള്ള ഈ കെ രാഗേഷിനെ, പിണറായി വിജയനെയും എം വി ഗോവിന്ദന്റെയും പെട്ടിപിടുത്തക്കാരനായ കെ രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി
സെക്രട്ടറിയായി അവരോധിച്ചതിനെതിരായിട്ട് വലിയ തോതിൽ MA ബേബിക്ക് പരാതി നൽകി എന്നുള്ള വാർത്ത പുറത്തു വന്നെങ്കിലും MA ബേബി അത് നിഷേധിക്കുകയായിരുന്നു. പക്ഷേ കണ്ണൂർ ജില്ലാ ഘടകത്തിൽ ആ ഒരു വിഷയം പുകഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ P ജയരാജൻ ഗത്യന്തരമില്ലാതെ KK രാഗേഷിനെ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ FB പോസ്റ്റിൽ കൂടിയാണ് ആ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. P ജയരാജന് മുന്നിൽ ഇനി മറ്റൊരു മാർഗവുമില്ല, ഇതല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. പിണറായി വിജയന്റെയും MV ഗോവിന്ദിന്റെയും മുന്നിൽ കീഴടങ്ങുക എന്നതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം KK രാഗേഷിനെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. താൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒരു കാരണവശാലും ആഗ്രഹിച്ചിട്ടില്ല. തൻ്റെ പേരിൽ അങ്ങനെ ആരെങ്കിലും MA ബേബിയുടെ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പാർട്ടി വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി KK രാഗേഷിനെ കണ്ണടച്ചുകൊണ്ട് P ജയരാജൻ ഇതാ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് ഇങ്ങനെയാണ്: CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് KK രാഗേഷിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ അഴിച്ചുവിടുന്ന കുപ്രചരണം വസ്തുതാ വിരുദ്ധവും ആസൂത്രിത രാഷ്ട്രീയ നീക്കവുമാണ്. ഒരു വ്യക്തിയെ ലക്ഷ്യമിടുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഈ പ്രചരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം CPM-നെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ദുർബലപ്പെടുത്തുക എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും വിമർശനത്തിന് അതീതരല്ല. എന്നാൽ വിമർശനവും കെട്ടിച്ചമച്ച നുണപ്രചരണവും രണ്ടാണ്. കേരളത്തിലെ LDF-ന് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയെ തുടർന്ന് ഇടതുപക്ഷത്തിനെതിരെയും പ്രത്യേകിച്ച് CPM-നെതിരെയും സംഘടിതമായ അപവാദ പ്രചരണമാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളും നടത്തുന്നത്. കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കോൺഗ്രസിനെയും BJP-യും വെള്ളപൂശുകയും അതേസമയം ഇടതുപക്ഷത്തെ തുടർച്ചയായി താറടിക്കുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ അജണ്ട ഇത് ആദ്യമായല്ല കേരളത്തിൽ ദൃശ്യമാകുന്നത്. CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഏകകണ്ഠമായാണ് സഖാവ് KK രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. വിദ്യാഭ്യാസ കാലത്ത് ഒരു പെയിന്റിംഗ് തൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ട് ജീവിതം ആരംഭിച്ച അദ്ദേഹം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്ന നേതാവാണ്. പാർട്ടി അംഗം, ജില്ലാ കമ്മിറ്റി അംഗം, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലയിൽ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും വിജയകരമായി നിർവഹിച്ച ശേഷമാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തിയത്. CPM-ന്റെ പ്രവർത്തനം വ്യക്തി കേന്ദ്രീകൃതമല്ല, കൂട്ടായ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രവർത്തനത്തിലെ പോരായ്മകളും വിമർശനങ്ങളും വിലയിരുത്തലുകളും പാർട്ടിക്കകത്ത് ജനാധിപത്യപരമായി ചർച്ച ചെയ്ത് തിരുത്തുന്ന പാരമ്പര്യമാണ് പാർട്ടിക്കുള്ളത്. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനവും ഒരു വ്യക്തിയുടേതല്ല, കൂട്ടായ നേതൃത്വത്തിന്റെയും ആയിരക്കണക്കിന് സഖാക്കളുടെ സമർപ്പണത്തിന്റെയും ഫലമാണ്. അതിനാൽ ഒരാളെ മാത്രം നിരന്തരം ലക്ഷ്യമിട്ട് നടത്തുന്ന വ്യക്തിഹത്യ പ്രചരണത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം പാർട്ടിയെ ആക്രമിക്കുകയും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയുമാണെന്ന് തിരിച്ചറിയണം. ഈ സംഘടിത നുണപ്രചരണങ്ങളെ ശക്തമായി ചെറുത്തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അനിവാര്യമാണ്. സഖാവ് രാഗേഷ് പാർട്ടിയുടെ പ്രതിനിധിയാണ്, പ്രതീകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഖാവിനെതിരെ നടത്തുന്ന ഹീനമായ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തുറന്നു കാട്ടാനും പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് P ജയരാജൻ ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചുരുക്കത്തിൽ P ജയരാജന് ഒരു സ്ഥാനവും, P ജയരാജന് അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള ഒരു മുതിർന്ന സ്ഥാനവും ഉന്നത സ്ഥാനവും പിണറായി വിജയൻ ഉള്ള കാലത്തോളം ലഭിക്കില്ല എന്നുള്ള കാര്യം അച്ചിട്ടാണ് അദ്ദേഹത്തെ ശോഭന ജോർജിന്റെ പിൻഗാമിയായി ഇരുത്തിയ പിണറായി വിജയനിൽ നിന്ന് P ജയരാജന് എന്ത് നീതിയാണ് ലഭിക്കുന്നത്? ഇവിടെ KK രാഗേഷ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആ നിലയിലാണ് അദ്ദേഹം വന്നതെന്നാണ് പിണറായി വിജയനും MV ഗോവിന്ദനും ന്യായീകരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ മൂന്ന് ജയരാജന്മാരുടെ നിലപാട് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി ചുരുക്കി പറയാം. MV ജയരാജൻ പാർട്ടിക്ക് വിരുദ്ധമായി പുറത്തുപോയ TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും തിരിച്ചെടുക്കണമെന്ന് പറയുന്നു. അതിനെ പാർട്ടി സെക്രട്ടറി തള്ളുന്നു. രണ്ടാമതായി EP ജയരാജൻ രംഗത്ത് വന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ അദാനിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു. ദിവ്യ S അയ്യർക്കെതിരായി നിലപാടെടുക്കുന്നു. അപ്പോഴൊക്കെ മിണ്ടാതിരുന്ന P ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ മൗനം പാലിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഗത്യന്തരമില്ലാതെ പിണറായി ഗോവിന്ദൻ കോക്കസിലേക്ക് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ എന്ന നിലയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അങ്ങനെ എങ്ങും എത്താതിരുന്ന P ജയരാജൻ ഇതാ പിണറായി വിജയനും ഗോവിന്ദനും മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയാണ്. അല്ലെങ്കിൽ ആ കോക്കസിനെ തൃപ്തിപ്പെടുത്താനായി ഞാൻ ഈ സ്ഥാനം ആഗ്രഹിച്ചില്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന സ്ഥാനം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട ഒരു പോസ്റ്റാണ് എന്ന് CPM-നെ കുറിച്ച് പ്രാഥമികമായി അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.